ഓരോ ദിവസവും കേൾക്കുന്നത്. പത്രമെടുത്ത് നോക്കിക്കേ, ദൃശ്യമാധ്യമങ്ങളെല്ലാം നോക്കിക്കേ, നല്ല വാർത്തയാണോ? അല്ല. ജ്യൂസിനകത്ത് കലക്കി കുടിപ്പിച്ചു, കൊന്നു, നല്ല വാർത്തയാണോ? നിങ്ങൾക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നും, എനിക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നും. പ്രാരാബ്ദം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പിള്ളേരെ കിണറ്റിലിട്ട് കൊന്നു, നല്ല വാർത്തയാണോ? അല്ല. ഭാര്യയെ തുണ്ടം തുണ്ടമായിട്ട് നുറുക്കി ഒരുത്തൻ മിക്സിക്കകത്തിട്ട് അടിച്ചെന്നോ അതാണ്ടൊക്കെ കേട്ടില്ലയോ? നല്ല വാർത്തയാണോ? പൂനെയിലെ ഒരുത്തിയെ ദുബൈക്ക് ഭർത്താവ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒറ്റ ഇടി മോന്തക്കിട്ട് അവൻ ചത്തു, നല്ല വാർത്തയാണോ? അയച്ചില്ലേ? അവളോട് അവൻ പറഞ്ഞു എന്നെ ദുബൈക്ക് കൊണ്ടുപോകാന്ന് സമയത്ത് അവൻ കൊണ്ടുപോയില്ല, എന്തോ തടസ്സം വന്നു, അവള് ഒറ്റ ഇടി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കൊണ്ടുപോകാനൊക്കെ പറയുന്നത്. ഒറ്റ ഇടിക്ക് തന്നെ ചെല്ലു പറയാ, പക്ഷെ അവളെന്നെ ഒന്ന് ഇടിച്ചതാ, കൃപയാൽ ഞാൻ ചത്തില്ല ആയിട്ട് ഇനി ഇടി മേടിക്കാതിരിക്കാൻ. സഹോദരി പറഞ്ഞു എന്നെ അടിച്ചു, ഞാനും ഒരു അടി കൊടുത്ത് പിന്നെ ഇന്ന് വരെ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ അടിക്കായിരുന്നു ആയം. കേൾക്കുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല. മാതാപിതാക്കളെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകുന്ന അവിടെ നിർത്തിയച്ചങ്ങ് പോയി മക്കള്. പള്ളിപ്പെരുന്നാളിന് കൊണ്ടുപോയി അവിടെ ആളും തള്ളുവല്ലോ ഇട്ടേച്ചങ്ങ് പോയി. അനാഥശാലയെ കൊണ്ട് മാതാപിതാക്കളെ ജനിപ്പിച്ച അപ്പനെയും 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയും കൊണ്ട് ഉപേക്ഷിച്ചു പോയെന്ന് നല്ല വാർത്തയാണോ? മരുമക്കൾക്ക് അത് നല്ല വാർത്തയായിരിക്കും, പക്ഷെ അപ്പനും അമ്മയ്ക്കും മനോദുഃഖമാണ്. കേൾക്കുന്നവർക്ക്, മനസാക്ഷിയുള്ളവർക്ക് നല്ല വാർത്തയല്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നല്ല വാർത്തയാണോ? കൊച്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്നത് നല്ല വാർത്തയാണോ? മതത്തിൽ ചേർക്കാൻ പെടലി കണ്ടിക്കുന്നു, നല്ല വാർത്തയാണോ? ആണോ? അടിവാള് ചുഴറ്റി കശക്കി ഭീഷണിപ്പെടുത്തി നല്ല വാർത്തയാണോ? അല്ലല്ല. എന്റെ മതത്തിൽ ചേരണം, ചേർന്നില്ല നിന്നെ കണ്ടിക്കും, നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരു സാധുവായ മനുഷ്യനെയും പിള്ളേരെയും ചുട്ടുകൊന്നു, ചുട്ടു കത്തിച്ചു, നല്ല വാർത്തയാണോ? കത്തിച്ചവന് ചിലപ്പോൾ നല്ല വാർത്തയായിട്ട് തോന്നും, അനുകൂലിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല വാർത്തയായിട്ട് ചെല്ലു കേൾക്കുമ്പോൾ മറ്റവനെയും കൂടെ കത്തിക്കാൻ, നല്ല വാർത്തയല്ല. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് ഒന്നും നല്ല വാർത്തയല്ല. അപ്പൊ ഇവിടെ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മുടെ കർണത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം നല്ലതല്ലല്ലോ. ഉണ്ണായി വാര്യര് നളചരിതത്തിൽ പണ്ട് ഒരു വരി കുറിച്ച് വെച്ചു, ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമസൗരവം നാസാഗുഗരസരസൈരിപം. പുള്ളി പഠിച്ചതാ, നളചരിതമാണ്. പൂന്തോട്ടത്തിലെ തോഴിമാരുമായിട്ട് ദമയന്തി നിൽക്കുമ്പം അരയന്നം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, പഠിച്ചതല്ലേ? ചെല്ലി എന്തിക്കുക, പഠിക്കുകയായിരുന്നു, ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുമായിരുന്നു. അപ്പൊ അരയന്നം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കവിയുടെ ഭാവന, മിന്നൽ കൊടി ഇറങ്ങി വരികയോ വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ സ്വർണവർണ്ണമഹാ അന്നം പറന്നിങ്ങു വരികയോ കണ്ണുകൾക്ക് ഇത് നല്ല പിയൂച്ചരികയോ. അപ്പൊ അരയന്നം വന്നപ്പം കൂടെ നടന്നു, പുള്ളി പഠിച്ചതാ. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമഭിതോന്നുമാർ മന്ദം നടന്നാൽ അതപതമയന്തി ആളിമാരോർ വേറിട്ടങ്ങത് പൊടിതര എന്ന പ്രൗഢനൂജേ സകാസം. അപ്പൊ അരയനുമായിട്ട് മാറി കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചതാ. അപ്പം പുള്ളിക്കാരി ഉടനെ ഇതെല്ലാം കഴിഞ്ഞ വെച്ച് പറഞ്ഞു, നമുക്ക് അങ്ങ് കൊട്ടാരത്തിലോട്ട് പോകാം. വരി നല്ലതാ. ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ
കൊടിയ കർണശൂലങ്ങൾ, ചെവിക്കകത്തോട്ട് കുന്തം കൊണ്ട് തുളയ്ക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ, അങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നല്ല വാർത്തയല്ലല്ലോ. കുസുമ സൗരഭം, നാസാകുകര സരസൈരിവം, ഈ പൂക്കളുടെ സുഗന്ധം പുള്ളിക്കാരിക്ക് അങ്ങ് ദുർഗന്ധമായിട്ട് തോന്നിട്ട് നാസാകുകര, ഈ അകത്തോട്ട് കയറിയിട്ട് അങ്ങ് അസ്വസ്ഥതയാ പോകാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അതങ്ങ് വിട്ടേക്കാം. ഈ കേൾക്കുന്ന വാർത്തകളും വായിക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് മനോദുഃഖവും വെപ്രാളവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. ചില വാർത്ത, ഇന്നാളൊരു അമ്മ പറഞ്ഞു, ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചു എന്നാ? പത്രം രാവിലെ വായിച്ചപ്പോഴേ വണ്ടി ഇടിച്ചു 5 പേര് മരിച്ചു. ആ ഫോട്ടോയും കണ്ട് ആ കുഞ്ഞുങ്ങളുടെ കിടപ്പ് കണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നേ ഇല്ല. കേൾക്കുന്ന വാർത്തയെല്ലാം ദുഃഖം ഉണ്ടാക്കുന്ന വാർത്ത. അന്യോന്യം കൊമ്പ് കുറക്കുക, പള്ളിയുടെ പേര് പറഞ്ഞ് നടുറോടി കിടന്ന് വഴക്കുണ്ടാക്കുക, വൈദികനെ തല്ലുക. ആ വാർത്ത വായിക്കുന്നില്ലേ? എന്നെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതല്ല. 82 വയസ്സം കണ്ടൊരു വൈദികനെ, അപ്പം വേറൊരാൾ പറഞ്ഞു അയാൾ എന്തിനാ അങ്ങോട്ട് ചെയ്യുന്നത്, അയാൾ പിന്നെ പള്ളിയിൽ പോകാതെ പിന്നെ വഴി കിടന്ന് വഴക്ക. വിഷയം യേശുവാ. യേശു ഇതെല്ലാം കണ്ട് അന്തം പെടുക. വിവരദോഷികൾ. കേൾക്കുന്ന വാർത്തയെല്ലാം സ്വൈര്യക്കേടുണ്ടാക്കുന്നതാണ്, മനോദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാ. എന്നാൽ ഇതിന്റെ നടുവിൽ അവൻ മനസ്സിന് കുളിർമയേകുന്ന, കാതുകൾക്ക് ഇമ്പം വരുത്തുന്ന, കർണങ്ങൾക്ക് സുഖം വരുത്തുന്ന നല്ല വാർത്ത, അതാണ് സുവിശേഷം. പക്ഷെ ഇത് കേൾപ്പിക്കത്തുമില്ല, കേൾക്കാനൊട്ടും ഒക്കത്തുമില്ല. ഇത് കേൾപ്പിക്കത്തുമില്ല. നമ്മുടെ ആൾക്കാർ തന്നെ കേൾപ്പിക്കുകയല്ലോ. ഇവിടെ പിന്നെ നന്നായിട്ട് മൈക്ക് സെറ്റ് ചെയ്യുന്ന നന്നായിരിക്കും, ചില കേൾപ്പിക്കുകയല്ല. നമ്മൾ പറയണ്ട അതിനപ്പുറം ആരും കേൾക്കാം. നമുക്ക് ആ പോസ്റ്റേലും കൂടെ ഒരു ചെറിയ ബോക്സ് പോലെ അങ്ങനെ വെക്കുന്നുണ്ടല്ലോ. ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പം മിക്കയിടത്തും ഉത്സവത്തിനും പെരുന്നാളിനുമൊക്കെ ഓരോ പോസ്റ്റേലും വെക്കുന്നുണ്ട്. ഉണ്ട് 11:00 ഒക്കെ നല്ല ശബ്ദമാണ്. നമുക്ക് വെച്ചാൽ തന്നെ നമുക്ക് പെർമിഷൻ കിട്ടുകയല്ല. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടായോ? അല്ല, വോട്ട് എല്ലാവരുടെയും വേണമല്ലോ. ഇലക്ഷൻ വരുമ്പോഴേ മിണ്ടുന്നില്ല. എന്നല്ല ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. പിന്നെ ഒരു കാര്യം നമ്മൾ ആശ്വസിക്കണം, ഈ ലോകത്തിൽ നീതി ന്യായം ഒന്നും നടക്കുകയല്ല. നീതിയോടും ന്യായത്തോടും ഒന്നും ആരും ഇടപെടുന്നില്ല. പക്ഷെ ഇതിന്റെ നടുവിൽ ഇനി നീതിയോടും ന്യായത്തോടും ഭരിക്കാനും ഭരണം നടത്താനും ഒരുവൻ വരും. അതാണ് നമ്മുടെ പ്രത്യാശ, നസ്രയനാകുന്ന യേശു. നീതിക്കായി മെഷിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ ഇടുമേ. എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. ഓ എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. ഓ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. നിൻകിരീടമാരുമേ ഡൂത്തിടാതെ നോക്കുക. ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. നിൻകിരീടമാരുമേ ഡൂത്തിടാതെ നോക്കുക. ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഈ വാർത്ത കേൾക്കണം കേട്ടോ. എല്ലാവരും കേൾക്കണം. നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്.
സത്വർത്തമാനം, നല്ല വാർത്തയാണ്. ആർക്കും കേൾക്കാം, എല്ലാവരും ഇരിക്കുമ്പോഴും കേൾക്കാം. മറ്റു വാർത്തകളൊക്കെ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ കേൾക്കാനൊക്കെ അല്ല. കൊച്ചുമക്കളും ഒക്കെ ഇരിക്കുമ്പോൾ എല്ലാ വാർത്തയും ഒന്നും പറയാനൊക്കത്തില്ല. ചെല്ലു പറഞ്ഞില്ല, എഴുന്നേറ്റ് പോടാ, മൂത്തോര് വർത്താനം പറയുന്നതിനിടെ. കാരണം മൂത്തോര് പറയുന്നതെല്ലാം അത്രയാ. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ മേലാത്തതൊക്കെയാ ഉണ്ടെന്നില്ല. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ല, എഴുന്നേറ്റ് പോ, മൂത്തോര് വർത്താനം പറയുന്നതിന് ഇടയിലാന്നോടാ, നീ എന്നെ കേൾക്കാനായിരിക്കുന്നു. ഇങ്ങോട്ട് വാ, മൂത്തവർക്കും കേൾക്കാം, കൊച്ചുങ്ങൾക്കും കേൾക്കാം, അമ്മയ്ക്കും കേൾക്കാം, അപ്പനും കേൾക്കാം, ചേട്ടനും കേൾക്കാം, ചേച്ചിക്കും കേൾക്കാം, ചേട്ടത്തിക്കും കേൾക്കാം, പാസ്റ്റർക്കും കേൾക്കാം, വിശ്വാസിക്കും കേൾക്കാം, നാട്ടുകാർക്കും കേൾക്കാം, അയലത്തുകാർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന നല്ല വാർത്ത. അത് സുവിശേഷമാണ്. ആരോടും പറയാം. ഈ ഒരു വാർത്തയേ ഉള്ളൂ നല്ല വാർത്ത. സ്തോത്രം. ആ വാർത്ത കേൾപ്പിക്കാൻ ഈ കർത്തദാസനും സഹപ്രവർത്തകരും ഇവിടെയുള്ള ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഇങ്ങനൊരു വേദി ഒരുക്കിയതിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, നിങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന വാർത്ത ഇതാ. ദൈവത്തിന് മഹത്വം. ഓടിച്ചു പോകാം. ഈ സുവിശേഷം കേട്ടാൽ എന്തോ ഗുണം എന്നാ? ചെല്ലു പറയത്തില്ലേ, എന്തോ ഉണ്ട് ഗുണം. ചെല്ലു ചോദിക്ക്, എന്തോ കിട്ടും. എന്നോടൊരാൾ ചോദിച്ചു, ഒരു തലയ്ക്ക് എത്രയാന്ന്. ഞാൻ ചോദിച്ചു, മീൻ തലയാന്നോടാ. കടയിൽ ചെന്നാ തല മേടിക്കുന്നു. അങ്ങനെ ഉണ്ട്. അല്ല, നിങ്ങൾ ഒരാളെ സഭയെ കൊണ്ടുചെന്നാ നിങ്ങൾക്ക് അമേരിക്കയെന്ന് പിന്നെ എടാ വിവരക്കേട് പറയാതെടാ തരുമോ, എന്തോ കുന്തം തരും. അത് നിങ്ങളിവിടെ വന്ന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഓർത്ത്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അമേരിക്കയില, പക്ഷെ അമേരിക്കയിലാന്ന് പറയത്തില്ല. ഞാനിവിടൊക്കെ ഉണ്ട്, ഞാനിവിടെയൊക്കെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, പറഞ്ഞില്ല, ഞാൻ പറയുമെന്ന് പറഞ്ഞു. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും 10 പൈസ ദൈവത്തിന് മഹത്വം. അപ്പൊ ചെല്ലി ചോദിക്കില്ലേ, എന്തോ ഉണ്ട് കോണം? സുവിശേഷത്താൽ എന്തെല്ലാം ഗുണമുണ്ട്. അല്ല, സുവിശേഷം കൊണ്ടാണല്ലോ ഗുണം വന്നത്. നിങ്ങൾ പുറകോട്ട് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അയ്യോ, ഒരു കാലത്ത് ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് റോഡിൽ കൂടെ എല്ലാവർക്കും നടക്കാൻ ഒക്കത്തില്ല. കുറെ പേർക്കൊക്കെ നടക്കാം, എല്ലാവർക്കും ഒക്കത്തില്ല. മനുഷ്യനാണല്ലോ വേറെ കൃത്യം ഉണ്ടാക്കി വെച്ച താഴേക്കിടയിൽ പെട്ടവരെന്നും മേലേക്കിടയിൽ അധസ്ഥിതരെന്നും ഒക്കെ മുദ്ര കുത്തിയ ചിലരുണ്ട്. അവർണരും സവർണരും, അവർണരും സവർണരും. അങ്ങനല്ലേ? ഞാൻ ആരോ പറഞ്ഞതാണോ കേട്ടതാണോ ഒരു പാട്ടിനെ പറ്റി, വയലാർ രാമവർമ്മയുടെ പാട്ടാ. പാട്ട് പാട്ടിതാ. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം. ആരും കേട്ടിട്ടില്ലേ? ഓ, നിങ്ങൾ ആത്മീയരായതുകൊണ്ട് ഇതൊന്നും തികഞ്ഞ ആത്മീയരായതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ മോനെ പാട്ട് നിങ്ങൾക്കറിയത്തില്ലേ? എങ്ങനെ അതിന്റെ വരി? ഒരു ദിവസം കേട്ടോ. അറിയാവോ പാട്ട്? പൊട്ടുന്നല്ലാതെ അതൊന്നും അറിയാമേ. അപ്പൊ ആ പാട്ടിനെ പറ്റി ഒരു കമന്റ് എഴുതിയിരിക്കുന്നത് എന്റേതല്ലേ, ആരോ എഴുതിയതാ. കമന്റ് ഇതാ. ഞാൻ ആ ഭാഷയൊക്കെ പറയുന്നത് ക്ഷമിക്കണം, അതിലെഴുതിയത് അങ്ങ് പറയുക. സവർണനായ ഒരു വ്യക്തിയായി ഇത് എഴുതിയതെന്ന് വയലാർ. അത് പാടിയത് ഒരു ക്രിസ്ത്യാനി, യേശുദാസ്. പറഞ്ഞു എന്നെ എടുക്ക. അപ്പൊ പാട്ടിന്റെ വരിയെ പറ്റി കമന്റാ. ഞാനത് വായിച്ചു. സവർണനായ ആളിത് എഴുതി, ഒരു ക്രിസ്ത്യാനി ഇത്
പാടി. അവർണനായ ഒരാൾ അതിന് ട്യൂണുമൊക്കെ കൊടുത്തത്. അങ്ങനെ എല്ലാ ഭാഗവും പറയുന്നില്ല. അതൊരു സിനിമയിൽ അഭിനയിച്ചത് ഒരു മുസ്ലിം, പ്രേം നസീർ. ഒന്നും അറിയാമേലേ. അപ്പൊ നിങ്ങൾ പാട്ടുകാർ ശ്രദ്ധിച്ചോണം. സവർണനായ ആള് എഴുതി, അവർണനായ ആള് ട്യൂണുമൊക്കെ ചെയ്ത്, എനിക്കൊന്ന് ദേവരാജ മാസ്റ്റർ അല്ലേ, അത് ട്യൂണുമൊക്കെ ചെയ്ത്, ക്രിസ്ത്യാനി അത് പാടി, മുസ്ലിം അഭിനയിച്ച്, എല്ലാവരും ഉണ്ടെന്ന് ഇതിനകത്ത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. വേറുകൃത്യം പാടില്ല, തരംതിരിവ് പാടില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിങ്കിലേക്ക് എല്ലാവരും കടന്നു വരണം. അന്യോന്യം കുത്തിക്കൊല്ലുകയും പൊങ്ങാക്കി പിടിക്കുകയും കത്തിക്കുകയും ഒന്നും ചെയ്യരുത്. ക്ഷമിക്കണം, സഹിഷ്ണുത, ക്ഷമ, ഇതൊക്കെ മനുഷ്യന് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും കേൾക്കാൻ പറ്റുന്ന സുവിശേഷം. അപ്പൊ സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ഒത്തിരി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ, ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് റോഡേ ഒന്നും എല്ലാവർക്കും ഒരു കാലത്ത് നടക്കാനൊക്കത്തില്ല. വലിയ പുള്ളിക്കാരി വളർമ്പോൾ ഹോയ് ഹോയ് എന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ താഴേക്കിടയിൽപ്പെട്ടവര് ഓരോ ജാതി ഇത്ര അടി, നായർ ഇത്ര അടി, ഈടവർ ഇത്ര അടി, പുലയർ ഇത്ര അടി, പറയർ ഇത്ര അടി, പിന്നെ താഴോട്ടുള്ളതൊക്കെ ഇത്ര 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 അടി അടി അടിക്കണക്ക് ദൂരം അടിയൊക്കെ അവരെഴുതി വെച്ചിട്ടുണ്ട്. അത്ര അടി മാറിയില്ലേ വേറെ അടി. അതിന് പഠിക്കാൻ ആളുണ്ട്. മാടിനെ മനുഷ്യനെ ഒന്നിച്ചു വെച്ചാൽ കണ്ടം പൂട്ടി വിടുന്നത്. ഞാൻ കുട്ടനാട്ടുകാരനാ. കുട്ടനാട്ടിൽ എൻ്റെ വല്യമ്മച്ചി ഇപ്പോൾ കൊണ്ട് 107 വയസ്സിലോട്ട് കയറുക. പഴയ കാര്യമൊക്കെ പറഞ്ഞു തരും. അവിടെ കായൽ കൂടുതൽ, അവിടെ കൃഷി ചെയ്യുന്നത് ഇഷ്ടം പോലെ കായലുണ്ട്, ഇഷ്ടം പോലെ കായൽ. അവിടെ കായലെന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന സ്ഥലത്തിനാണ്. വേമ്പനാട്ട് കായലൊക്കെ കുത്തിയെടുത്തത് കൊണ്ടാണ്. രാജപുരം കായല്, മംഗലം കായല്, ശ്രീമൂലം കായല്, 6000, പുത്തൻ 6000, ജഡ്ജി 6000, പിന്നെ മാരാം കായല്, എച്ച് ബ്ലോക്ക്, സി ബ്ലോക്ക്, മാർത്താണ്ഡ, ചിത്തിര, റാണി, അങ്ങനെ കിടക്കുക കായല്. അപ്പൊ എൻ്റെ വല്യമ്മച്ചി പാട്ടൊക്കെ പാടുമായിരുന്നു. പഴയ നാടൻ പാട്ടൊക്കെ പാടും, പുരാണ കഥകളും പാടും, ഇപ്പോഴും ഉണ്ട്. വല്യമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി നന്നായിട്ട് പാട്ട് പാടും. രണ്ടുപേർക്ക് നല്ല ട്യൂണുമാ, നല്ല ശബ്ദവുമാ, പുരാണ കഥകൾ മുഴുവൻ മനപ്പാടവുമാ. വല്യമ്മച്ചി പാടിയാ ഞാൻ പലതും പഠിച്ചതും കേട്ടതും. അപ്പൊ അന്ന് പാട്ട് പാടിയ കണ്ടത്തില് ജോലി ചെയ്യുന്നത്. അതിന് അവിടുത്തെ ഭാഷയാ തലപ്പാട്ടുകാരെന്ന് പറയും. തലപ്പാട്ട് അവർക്ക് 2 കൂലിയാ. പിന്നെ പാട്ട് മുതലാളിമാർക്കും തമ്പുരാക്കന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വേറെ പാരിതോഷികങ്ങളും കൊടുക്കും. വല്യമ്മച്ചി അതൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ പാടി പണിയെടുക്കും. പാടി അപ്പൊ പണി നന്നായിട്ട് നടക്കും. മുതലാളിമാർക്ക് നല്ല ഓളാ. കാരണം ഈ പെണ്ണുങ്ങൾ വാശിക്കല്ലേ പാടുന്നത്. അപ്പൊ നല്ല സ്പീഡിൽ പണിയും. കുശുമ്പുള്ള പെണ്ണുങ്ങളാന്ന് കയറി കയറി ജയിക്കണ്ടേ. പിന്നെ അത് ആ പാട്ട് നിർത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ വന്നു. അവർ പറഞ്ഞു അങ്ങനെ പാടി പണിയെടുക്കണ്ട, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. അത് വേറെ വിഷയം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ പാടത്ത് പണിയെടുത്താൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടതായ കൂലി കൊടുക്കത്തില്ല. കൂലി ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനും ഒക്കത്തില്ല. അയിത്തമുള്ള കാലമാണ്. എല്ലാവരുടെയും വീട്ടിൽ കയറ്റുകയല്ല, എല്ലാവരുടെയും മിറ്റത്ത് കയറ്റുകയല്ല, എല്ലാവരും പാത്രത്തിലൊന്നും വെള്ളം കൊടുക്കുകയല്ല. ചില വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞു കേട്ടുണ്ട്, കുടിച്ചാൽ പാത്രം കമത്തി വെക്കണം, കഴുകി വെച്ച് കമത്തി വെക്കണം. തമ്പുരാട്ടിന്ന് വിളിക്കണം, തമ്പുരാട്ടിന്ന്. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ടായിരുന്നു. അവര് ഇച്ചിരി ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. അവര് പറഞ്ഞു കേട്ടതാ, വീട്ടിൽ നിന്ന് മേടിച്ച് വെള്ളം കുടിച്ച് വെച്ച് ഇങ്ങനെ വെച്ചു. അവര് തമ്പുരാട്ടിന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. അവര് പറയും ചെമ്പിയട്ടി എന്നാണ് ഇവര് വിളിക്കുന്നത്. അപ്പൊ അടുക്കളയായിരുന്നു അവർക്ക് തോന്നും തമ്പുരാട്ടി എന്നാന്ന്. ചെമ്പിയട്ടിയേ. അപ്പൊ അകത്തിരുന്ന അവരൊക്കെ തമ്പുരാട്ടി എന്നാ, ഇവര് ചെമ്പിയാട്ടി എന്നാ വിളിച്ചത്. കാണാമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിറ്റത്ത് കയറ്റുകയല്ല, ഭക്ഷണം കൊടുക്കുകയല്ല. പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടു, മിറ്റത്ത് കുഴി കുത്തി ഇലയൊക്കെ കോട്ടി കൊടുക്കും.
പണ്ട് ഊന്നക്കാരനെ കൊണ്ട് മുതലാളി പോയി, മുതലാളിയും കൂടെ തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഊന്നക്കാരന് വീട്ടുകാർ അങ്ങോട്ട് മാറ്റി ഭക്ഷണം കൊടുത്തു. ഇവര് ചോറും നല്ല മീനും ഒക്കെ കൂട്ടി മുതലാളിയും കഴിക്കുക. ഊന്നക്കാരൻ വള്ളം ഊന്നുന്നവനെ തിണ്ണ കയറ്റുവോ, അവന് വേറെ ഭക്ഷണം കൊടുത്തു. അപ്പൊ അവന് കഞ്ഞിയാണ് കൊടുത്തത്. മറ്റവര് നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ, അവന് കഞ്ഞി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവൻ അവിടെ നിന്ന് പറഞ്ഞു, അച്ഛാന്നാവളെ, അച്ഛാ ഇങ്ങോട്ടൊന്ന് ഓടി വരണം. അപ്പൊ പുള്ളി ഓർത്ത് ഇനി മുള്ളു വല്ലതും തൊണ്ടയെ കുരുങ്ങി വന്നു. പുള്ളി ഓടി വന്ന് എന്നാടാന്ന് ചോദിച്ചു. എന്നാടാ ഉടനെ പുള്ളി പറഞ്ഞു, ഒരു തോർത്തുണ്ടായിരുന്നു തലയൊക്കെ, ആ തോർത്തെടുത്ത് അരയിലോട്ട് നടന്ന കാര്യം. ചുറ്റിവെച്ച് പുള്ളിയുടെ തമ്പുരാനോട് പറഞ്ഞു, കമലാക്ഷിയും പിള്ളേരെ നോക്കിക്കോണം, ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങുകയെന്ന്. എന്ന് പറഞ്ഞ തപ്പിയിട്ട് പോലും പറ്റ് കിട്ടുന്നില്ല, വെള്ളം ഒത്തിരി ഉണ്ട്, പറ്റില്ല. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി മേളിൽ നിന്ന് നോക്കിയാൽ കിട്ടുകയല്ല, ഇതിനകത്തോട്ട് ഇറങ്ങണം. അപ്പൊ പുള്ളിയുടെ ചിന്ത കുടിച്ചെങ്ങാനും ചാകുക എന്നേ കമലാക്ഷിയും പിള്ളേര്. രസകരമായാലും അതിനകത്തൊക്കെ കഴമ്പുണ്ട്, ഉണ്ടെന്ന് അനുഭവിച്ചവരുണ്ട് കേട്ടോ. ഒരു പാട്ടുണ്ടല്ലോ, പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പണ്ട് നാടുവാടി തമ്പുരാക്കൾക്കായി നാം തണ്ടുവലിച്ചു മണി മഞ്ഞ ചുമന്നേ. പണ്ട് നാടുവാടി തമ്പുരാക്കൾ നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ഞ ചുമന്നേ. അവിടെ പാടാൻ നേരമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഐതമുള്ള കാലമുണ്ടായിരുന്നു. റോഡ് നടക്കാൻ മേല, പള്ളിക്കുടുത്തി കയറ്റുകയല്ല, ആഭരണം ധരിക്കാൻ എല്ലാവർക്കും ഒക്കത്തില്ല, കല്ലുമാല ചരിത്രമൊക്കെ അറിയാം. അമ്മമാർക്ക് മാറ് മറയ്ക്കാൻ ഒക്കത്തില്ല. അതിലെ റൗക്കായുടെ സമരമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ മിശ്രഭോജനം നടത്തി സമരം, ഒന്നിച്ചിരുന്ന് കടിക്കത്തില്ല. ആശാനൊക്കെ എഴുതിക്കില്ലേ, കെട്ട് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ. കലുതുള്ളിയ കാലം. ഇപ്പോഴും ചില വീട്ടിലും ചില സ്ഥലത്ത് വന്ന് എല്ലാവരെയും കയറ്റത്തില്ലല്ലോ. കയറ്റുവോ പറ? കേറുവന്നൊക്കെ പാടാം, കയറ്റുവോ? നിങ്ങളെല്ലാരും ഇങ്ങനെ ഞാൻ അധികം ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനെല്ലാം മാറ്റം വരുവാൻ മുഖാന്തരമായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതെവിടെ പറയണം? ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. നീ അതിനെ അവിടെ കടന്ന് തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അനാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. റോഡേ നടക്കുവാനും ഭക്ഷണം കഴിക്കുവാനും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനും 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സംസ്കൃത ഭാഷ ദേവഭാഷയാണെന്ന് എല്ലാവരും ഉച്ചരിക്കരുതെന്ന. അധകൃതനാകുന്ന ഒരുവൻ ഉച്ചരിച്ചാൽ അവന്റെ നാവ് പിടിതെടുക്കണം, കേട്ടാൽ ചെവിക്കകത്ത് ഈയ ഒരുക്കി ഒഴിക്കണം. പാത്തു നിന്ന് പോലും കേൾക്കാനൊക്കത്തില്ല, സംസ്കൃതമല്ലേ. േവമുക്തം കൃഷികേശം ഗൂഢാകേശന ഭാരത അതിഭൂമം ചഖിം പ്രോക്ത അതിദൈവം കിമുച്ഛത. ഇതൊക്കെ മറ്റുള്ളവർ പറയാനും കേൾക്കാനും ഒക്കത്തില്ല. പള്ളിക്കൂടത്ത് കയറ്റുകയല്ല. ആശാൻ അല്ലയോ എഴുതിയത്, മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമി കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. ഈ കേശവശാസ്ത്രി എന്ന് പറയുന്ന ഒരു മാന്യദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പണ്ടത്തെ പേര് ടി തേവൻ എന്നാണ്. അദ്ദേഹത്തിന് വളരെ ഒത്താശ ചെയ്തയാളാണ് കടമ്പിനിട്ട്
എലന്തൂരിനടുത്ത് സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നുപോയി, എലവന്തിട്ട സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വല്യമ്മച്ചി പാടിയാ ഞാൻ കേട്ടിരിക്കുന്നത്. പഴയ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, സുവിശേഷം എല്ലാം നിർത്തി ഇപ്പൊ ഇങ്ങനത്തെ പാട്ടുമായിട്ടാ പുള്ളി. ഇതിനകത്ത് തന്നെ ഇപ്പൊ ചിന്തിക്കുക, ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ, നാളെയും മറ്റന്നാളും ഒക്കെ അതിന്റെ പരിവർത്തനം അവർ ചെയ്യും. അപ്പൊ ടി ദേവൻ എന്ന് പറയുന്ന കേശവശാസ്ത്രി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വരി എഴുതി. ഞാൻ അതിനൊരല്പം തിരുത്തലോടുകൂടിയാ ചൊല്ലാൻ പോകുന്നത്. അപ്പൊ അറിയാവുന്നവർക്കറിയാം പാസ്റ്റർ അതിനെ അങ്ങനെ തെറ്റിച്ച് ചൊല്ലുന്നേ. തെറ്റിച്ചല്ല, മനഃപൂർവ്വം ഞാനൊന്ന് വ്യത്യാസപ്പെടുത്തുക, സുവിശേഷ യോഗമായതുകൊണ്ട്. പാട്ടെനിക്കറിയാം. അതിലൊരു വരി ഇങ്ങനെ: നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങൾ ആണ് അമ്മ പാടുന്ന. കൂടെ അമ്മ കൈപൊക്കിക്കുമ്പോ ഞാൻ കണ്ടമ്മ പാടുന്നത്. പൊക്കമ്മേ കൈ. അമ്മയ്ക്ക് അതറിയാം അല്ലേ? അറിയാവോ അമ്മേ? തള്ള മിണ്ടുകയില്ല. അമ്മയ്ക്കറിയാം. അപ്പൊ അമ്മ ഞാൻ ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയാ പാടുന്നത് കേട്ടോ. എന്റെ വല്യമ്മച്ചി പാടി കേട്ടതാ. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. ഇച്ചിരി വ്യത്യാസം ഞാൻ വരുത്തുക കേട്ടോ. സുവിശേഷ യോഗമായതുകൊണ്ടാ. ഇച്ചിരി വ്യത്യാസം വരുത്തുക. സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സൗദങ്ങളും മാളികയും സമ്പത്തുമല്ല, സൗദങ്ങളും മാളികയും സമ്പത്തുമല്ല, നാളികേരം നെല്ലും മറ്റു ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റു നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. ഭയങ്കര ആയുധമാ. എന്തോ ആയുധം? പാടത്ത് പണിയെടുക്കണം, വിത്ത് കണ്ട ഉഴണം, കട്ട നിരത്തണം, കണ്ട ഉഴണം, ഞാറ് നടണം, കള പറിക്കണം, വരിയുണ്ടെങ്കിൽ അത് മാറ്റണം, പിന്നെ കൊയ്യാൻ സമയത്ത് കൊയ്യണം, അരിനാരിട്ട് കെട്ടണം, കറ്റ കുത്തി കൂട്ടണം, കളത്തിക്കൊണ്ടിടണം, അത് ഇടകെട്ടി ചവിട്ടി മെതിക്കണം. പിന്നെ കുറുമ്പുണ്ടെങ്കിൽ കുറുമ്പ് അറിയത്തില്ലേ ഇതൊന്നും? നിങ്ങളെല്ലാം ലണ്ടനിൽ നിന്ന് വന്നതാ, ഇതൊന്നും അറിയാൻ മേല. അളെ അറിയാമെന്ന് കുറുമ്പ് പിടിച്ച് നിന്റെ ഊപ്പാട് വന്ന കച്ചിക്കടയിൽ കിടന്ന് ചൊറിഞ്ഞ് ഊപ്പാട് വന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൊയ്ത് മെതിച്ച് നല്ല പദമാക്കി പുഴുങ്ങി, അല്ലെങ്കിൽ പണ്ടൊക്കെ വറുത്ത് കുത്തി അത് പേറ്റി പെറുക്കി താവലും മങ്കും നെടിയരിയും പൊടിയരിയും ഒക്കെ തരം തിരിച്ച് പഴയ അമ്മമാർക്കറിയാം കൊഴിക്കാൻ. ഇല്ലേ അമ്മാമേ? ഇല്ലേ? കൊഴിക്കാൻ. ഇപ്പൊ അറിയാം തൊഴിക്കാൻ. പണ്ട് കൊഴിക്കുമായിരുന്നു, ഇപ്പം നല്ല കൊഴി കൊണ്ടതൊക്കെ ഇതിനിടെ കാണും. നീ കൈപോക്കുമൊന്നും വേണ്ട, കൊഴിക്കും. എന്റെ വല്യമ്മച്ചി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനല്ലേ അമ്മേ? അപ്പൊ അത് പാറ്റി പെറുക്കി കൊഴിച്ച് ഒക്കെ കൊണ്ട് കൊടുക്കും. അതിന് അയിത്തമില്ല, പള്ളിക്കൂടത്ത് കയറ്റുന്നതിന് ആയുധം. ഈ ചേറിനകത്ത് കിടന്ന് വലിഞ്ഞ് അതുകൊണ്ട് നല്ല ഉരുള നെയ്യുമൊക്കെ കൂട്ടി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഫാഷൻ ആയതുകൊണ്ട് ഇങ്ങനെയാ കഴിക്കുന്നത്. പണ്ടങ്ങനല്ല, ചോറ് നന്നായിട്ട് ഇളക്കി നല്ല ഉരുട്ടി നല്ല കയ്യിലിട്ടൊന്ന് മൂന്നാലൊരു പറ നല്ല പെരുക്ക് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം വയ്യ. ഇപ്പൊ ഉണക്ക ചപ്പാത്തിയാ, അത് ജനലെ പിടിച്ചോണ്ടാ കടിക്കുന്നത്. കാരണം ചപ്പാത്തി കമ്പിവടി പോലെ നിൽക്കുക. ചപ്പാത്തി വയ്ക്കും. ജോർജ് കുട്ടി എന്നാടാ താമസിച്ചതിന് ഒരു കൈ ജനലല്ലേ, ഒരു കൈ
പണ്ട് കാലത്ത് അങ്ങനെ നല്ല ഉരുളയാ അതാ കഴിക്കുന്നത്. അതിന് അയിത്തമില്ല, ഞാൻ വിസ്തരിക്കുന്നില്ല. ഇങ്ങനെയുള്ള അയിത്തത്തിനും അനാചാരത്തിനും ദുരാചാരത്തിനും എല്ലാം അവൻ സതി നിർത്തലാക്കിയല്ലോ. ഇതിനൊക്കെ മൂലകാര്യങ്ങൾ നിങ്ങൾ ചരിത്രം പഠിച്ചേ. ഇതിനെല്ലാം അവൻ മാറ്റം വരുത്തുവാൻ മുഖാന്തിരമായത് ഈ സത്യസുവിശേഷമാണ്. അതുകൊണ്ട് എവിടെയും ഉയർത്തുവാൻ, എവിടെയും പറയുവാൻ, എവിടെയും ഘോഷിപ്പാൻ അവൻ പറ്റിയതാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യന് രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ആൾക്കാരും കേൾക്കണം. കേട്ടാനുള്ള ഗുണമെന്നാ? അവൻ സ്വോത്ര അനാചാരങ്ങളും ദുരാചാരങ്ങളും തുടച്ചു മാറ്റുവാൻ കഴിവുള്ളതാണ് സുവിശേഷം. ഇനി സ്വോത്ര കാഴ്ച എടുക്കാം. അത് കഴിഞ്ഞ് വെച്ച് ബാക്കി പ്രസംഗിക്കാം. എന്താ സ്വോത്ര വേണ്ടേ? എടുക്കും. പെട്ടെന്ന് പാട്ട് പാടി ചുമതലപ്പെട്ടവർ ഓടി വന്ന് എന്തോ പാത്രം വല്ലതും ഉണ്ടോ? പെട്ടെന്ന് വാ. ആരാന്ന് വെച്ചാ എഴുന്നേറ്റ് വാ. ഇത്തിരി ഒന്നും പറയണ്ട, അവർ തന്നു. വേഗം കുഞ്ഞുങ്ങളെ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. സൗരന്മാരോ കാര്യം വേഗം ക്രമീകരിച്ചട്ടെ. ജോയിച്ചൻ ബേബിച്ചൻ വേഗം ക്രമീകരണം ചെയ്താട്ടെ. സമയം നോക്കി വളരെ മുൻപോട്ട് പോകുന്നു. മണവാട്ടി എഴുന്നേൽക്ക് നീ മണവാളൻ ക്രിസ്തു ആഗതനായി. സഭയ മണവാട്ടി എഴുന്നേൽക്ക് നീ മണവാളൻ ക്രിസ്തു ആഗതനായി. സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരി നിന്നെ ചേർത്തിടുവാൻ കാന്തൻ വന്നിടാറാ. സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരി നിന്നെ ചേർത്തിടുവാൻ കാന്തൻ വന്നിടാറാ. സഭയ മണവാട്ടി എഴുന്നേൽക്ക് നീ മണവാള ക്രിസ്തു ആഗതനായി. ചെവി ചായ്ക്ക നീ വിസ്മരിക്ക ഭവനവും നെഞ്ചനത്തെയും. കുമാരി കേൾക്ക നോക്കു ചെവി ചായ്ക്ക നീ വിസ്മരിക്ക ഭവനവും നെഞ്ചനത്തെയും. രാജാവു നിൻമോഹനത്വം കാക്ഷിക്കും, അവൻ നിന്റെ കാന്തനല്ലോ നമസ്കരിക്ക നീ. രാജാവു
ക്രിസ്തു ആഗതനായി. രാജമന്ദിരം നിന്റെ അവകാശമല്ലോ, പ്രവേശിത ഗണത്തിൽ നീ അതിശ്രേഷ്ഠയും. രാജമന്ദിരം നിന്റെ അവകാശമല്ലോ, പ്രവേശിത ഗണത്തിൽ നീ അതിശ്രേഷ്ഠയും. മണവാട്ടി പാദത്തിനായൊരുങ്ങിയവൾ, കാന്തനുമായി വാഴുക സഹസ്രാബ്ദങ്ങൾ. മണവാട്ടി പാദത്തിനായൊരുങ്ങിയവൾ, കാന്തനുമായി വാഴുക സഹസ്രാബ്ദങ്ങൾ. സഭയ മണവാട്ടി എഴുന്നേൽക്ക നീ, നിൻ മണവാള ക്രിസ്തു ആഗതനായി. സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരി, നിന്നെ ചേർത്തിടുവാൻ കാന്തൻ വന്നിടാറാ. സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരി, നിന്നെ ചേർത്തിടുവാൻ കാന്തൻ വന്നിടാറായി. സഭയ മണവാട്ടി എഴുന്നേൽക്ക നീ, നിൻ മണവാള ക്രിസ്തു ആഗതനായി. എല്ലാവരും കരങ്ങളെ ചേർത്ത് ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കൃപയിലെ ജോയ് സാർ മുൻപോട്ട് കടന്നു വന്ന് ഒരു വാക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കും. നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ രാത്രിയിൽ അനുഗ്രഹീയമായൊരു സാക്ഷ്യം നമുക്ക് കേൾപ്പാൻ സാധ്യമായി തീരും. സാജു കുര്യാക്കോസ് മൂവാറ്റുപുഴ ആ ദേവദാസൻ്റെ അനുഗ്രഹീയമായ സാക്ഷ്യം നമുക്ക് കേൾക്കാം. നാളെ രാത്രി വിവാജിസ്റ്റ് കെ എം ബേബി വാളറ നമ്മുടെ ദൈവം സംസാരിക്കും. രഹബോത്ത് കൺവെൻഷൻ നോട്ടീസ് വായിക്കുന്നു. ഫെബ്രുവരി 21, 22, 23 വെള്ളി, ശനി, ഞായർ തീയതികളിൽ കുറവിലങ്ങാട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ വെച്ച് കർത്താവിൽ അനുഗ്രഹ ദേവദാസന്മാർ പാസ്റ്റർ സുനിൽ ചാക്കോ, കർത്താവിദാസൻ ജിബിൻ പൂക്കാല, ബിനു ഡൊമിനിക്ക്, പാസ്റ്റർ സുനിൽ വേട്ടമല്ല ദേവദാസന്മാർ നമ്മുടെ ദൈവം സംസാരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ അറിയിക്കുന്നതാണ്. കർത്താവിദാസൻ ചുരുക്കവാദ്യങ്ങൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ, തിരുശബ്ദം 2025 അനുഗ്രഹകരമായി ആരംഭിപ്പാൻ ഈ രാത്രിയിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന ദാസർ കൂടെ പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വേലയെ സ്നേഹിച്ച് കർത്താവെ, ഈ പ്രവർത്തനത്തിൻ്റെ ഹല്ലേലൂയ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി സ്തോത്രകാഴ്ച അർപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ ദാസന്മാർ പലരും കർത്താവെ കൈനീട്ടി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ഇതിൽ സഹകരിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് ദൈവത്തിൻ്റെ വൻ ഐശ്വര്യമായി സംസാരിപ്പാൻ ദാസനെ വീണ്ടും സഹായിക്കുമാറാകണമേ. കർത്താവെ, ഈ തിരുശബ്ദത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഒരു പ്രാവശ്യം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നായക ശ്രീശ നമോ നമോ, നാശവാരണ സ്വാമിൻ നമോ നമോ, യേശു നായക ശ്രീശ നമോ നമോ, നാശവാരണ സ്വാമിൻ നമോ നമോ, മോശി പൂജിത രൂപ നമോ നമോ, മഹിപാദ
വേലനെ ഭാഗി നമോ നമോ മാനവസുത വൈര്യ നമോ നമോ ദീനവത്സല ക്രിസ്തോ നമോ നമോ ദീനമാകേ യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ മോഷി പൂജിത രൂപ നമോ നമോ മോഷി പൂജിത രൂപ നമോ മഗി പാദ. വേഗത്തില് ചില കാര്യോട് പറഞ്ഞ് നിർത്താം. നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു. സ്തോത്രം. ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്താം. എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ ഇത്രയേറെ സമയമൊക്കെ വേണം. അത് പ്രസംഗത്തിൻ്റെ മെച്ചമൊന്നുമല്ല, വചനം ഇങ്ങനെ ഒഴുകി വരുമൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നത് ആരെങ്കിലും എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിലേ വിളിക്കാവുള്ളൂ. ചില പറയാണ്ട് വചനം മാത്രം അങ്ങ് പറയാൻ ഞാൻ ഒക്കത്തില്ല, കൊണ്ടൊക്കുക ഒക്കത്തില്ല. വീട് പണിയാൻ നേരത്തെ ഇഷ്ടിക മാത്രം വെച്ചാൽ വീട് പണി നടക്കുമോ? ഇവിടെ വെക്കണം. ചാന്തുണ്ട്, കുമ്മായമുണ്ട്, ചേർക്കേണ്ടതുണ്ട്, കൂട്ടി ചേർക്കണം, കട്ടയുണ്ട്. ഇറ്റി ഇറക്കിയെന്നും പറഞ്ഞ് ഇറ്റി എടുത്ത് വെച്ചാൽ അങ്ങനെ വീടാകുന്നത്. പണിയാം, കാറ്റടിക്കുമ്പോൾ താഴെ വീഴും. അതിലും അങ്ങനെ ഉണ്ടല്ലോ. വണ്ടി അങ്ങോട്ട് കൊടുത്താണ്ട് പണിത് തരിക എന്നോ? അത് നോക്ക്, എൻ്റെ പോരായ്മകൾ എന്തൊക്കെ നോക്കാം. പണിത് വരുമ്പോൾ ബാലൻസും കാണരുത്. ഊരിയതിൽ രണ്ടെണ്ണം ബാക്കി വന്നിട്ടുണ്ട്. ആ വണ്ടിയായിട്ട് പോയാൽ അതിൻ്റെ ഗതികേടാണ്. കഴിഞ്ഞു പറഞ്ഞേച്ച് പോന്നു രാമൻ വന്ന ഇല്ല. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണഗണങ്ങൾ ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ആയിത്വം മാറും, അനാചാരം മാറും, ദുരാചാരം മാറും. ഇതിനൊക്കെ മാറ്റം വരുത്തുന്നത് ആ സുവിശേഷം. ആ സുവിശേഷം ശരിയായ വിധത്തിൽ കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നേരമില്ല. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വിശദീകരിക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരണം, വഷളത്വം വിടണം. നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതൊന്നും പാടില്ല. മദ്യപാനം നിർത്തും, പുകവലി നിർത്തും, ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടവർ നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. പോലീസിന്റെ ലാത്തിക്കും തത്വസംഹിതകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും ഇതിനെ കൊണ്ടൊക്കത്തില്ല. സുവിശേഷത്തെ കൊണ്ടേ ഒക്കൂ. കൗൺസിലിംഗ് നടത്തിയാലൊന്നും രക്ഷപ്പെടുകയില്ല. കൗൺസിലിംഗ് നടത്തുന്ന 1-2 ആഴ്ച ആൾ ക്ലിയറായി, പിന്നെ നോക്കിയപ്പോൾ താണ്ട 4 കാലേ. അത് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് നടത്തിയ പുള്ളി 4 കാലയിൽ. തെളിവുണ്ട്. പക്ഷെ സുവിശേഷത്തെ കൊണ്ട് ഇതിനെല്ലാം മാറ്റം വരുത്താം. കുടുംബജീവിതത്തിൽ പ്രശ്നം, കൗൺസിലിംഗ് ചെയ്യുന്നു. ആരാ? പുള്ളിയാ കൗൺസിലിംഗ്. അപ്പോൾ ചോദിച്ചു, പുള്ളിയുടെ ഭാര്യ പിണങ്ങി പോയിട്ട് 5 കൊല്ലമായി. പുള്ളിയാണ് അവർ പിണങ്ങിയില്ല, അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നാൽ സുവിശേഷം കൊണ്ട് ഇതെല്ലാം മാറും. എത്ര വ്യക്തികൾ രക്ഷപ്പെട്ടു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനുമൊക്കെ പേടി സ്വപ്നമായി. നാടൻ ഭാഷ പറഞ്ഞ അയ്യോ ഇവനങ്ങ് തൊലഞ്ഞാൽ മതി, ഇവനങ്ങ് മുടിഞ്ഞു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാഗിയ പെണ്ണുങ്ങൾ വരും. പക്ഷേ സത്യസുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് രൂപാന്തരമുണ്ട്. അതാ സുവിശേഷം. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. വെച്ച കഞ്ഞി കുടിക്കാൻ പറ്റാതെ കലവും തല്ലി പൊട്ടിച്ച്, കൊച്ചുങ്ങളെയും തല്ലി, ഭാര്യയും തല്ലി മേടിച്ച് അയലത്തെ വീട്ടിൽ ഓടിക്കേറി, കുഞ്ഞുങ്ങളെ കട്ടിലടി കയറി, എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച് എത്ര കുടുംബങ്ങൾ. പക്ഷേ സത്യസുവിശേഷം നിന്നപ്പോൾ ഇപ്പോൾ അവിടെ സമാധാനമാണ്. കാരണം ക്രിസ്തുവാണ് സമാധാനം. മരണത്തോട് മല്ലടിച്ച് എത്ര രോഗികൾ. ഈയിടെ ഞാനൊരു ആശുപത്രി ചെന്നപ്പോൾ ചോദിച്ചു, പ്രാർത്ഥിക്കാനാന്നോന്ന്. അതിനാ ഇവിടെ ഒക്കത്തില്ല.
ഞാൻ പറഞ്ഞ എൻ്റെ പെങ്ങളാകത്ത് കിടക്കുന്ന പെങ്ങളാന്തലും കൊള്ളാം, ആങ്ങളെ ആന്തലും കൊള്ളാം. അങ്ങനെയുണ്ട്. തെറി പറയാന്നേ കൊള്ളാം, ഇഷ്ടമാ. ആൾക്കാരും വരും, പുതിയ തെറി വല്ലോ പുള്ളി, അത് ഇഷ്ടമാ. സുവിശേഷം വേണ്ട. സുവിശേഷം കൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ടാകുമെന്ന്. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്രയെത്ര വ്യക്തികൾ രക്ഷപ്പെട്ടു, എത്ര കുടുംബങ്ങളിൽ ഇപ്പൊ സമാധാനമുണ്ട്. വെച്ച കഞ്ഞി കുടിക്കാനൊക്കാതെ ഇരുന്ന് ഭാരപ്പെട്ടവരില്ലേ. പക്ഷെ ആ സത്യസുവിശേഷം എന്നപ്പോ കണ്ടോ, കുഞ്ഞാട് പോലായത്. സുവിശേഷം കൊണ്ട് മാത്രമേ ഒക്കൂ. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. സ്നാനം വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ചണ്ണനും പീലിപ്പോസും, ചണ്ണന്റെ തേരിൽ പീലിപ്പോസ് കയറാൻ പറഞ്ഞു, കയറി. ആദ്യം പുള്ളിയോട് പറഞ്ഞു പോകാൻ പറഞ്ഞു, പുള്ളി പോയി. ചേർന്ന് കിടക്കാൻ പറഞ്ഞു, ചേർന്ന് കിടന്നു. തേരിലോട്ട് കയറാൻ പറഞ്ഞു, തേരെ കയറി. അപ്പൊ ചണ്ണൻ വായിച്ചോണ്ടിരിക്കുക. കൈകളി കഥയൊന്നുമല്ല. തുളസി കയറുമായിട്ട് നടന്ന് നീങ്ങി തുടരും ബ്രാക്കറ്റില്. ഇതാന്നല്ല പണ്ട് എഴുതി തന്നെ. അത് 2 രൂപ കൊടുത്ത് ആ മാടക്കടയിൽ നിന്ന് മേടിക്കാഞ്ഞിട്ട് തങ്കമ്മയ്ക്ക് ആരും ഇതൊന്നും വായിച്ചിട്ട്, ഓ നിങ്ങൾ വേറെ പുസ്തകം മാത്രം. പണ്ടത്തെ എഴുത്തിന്റെ ശൈലിയാ. തുളസി കയറുമായിട്ട് നടന്നു നീങ്ങി താഴെ ബ്രാക്കറ്റിൽ തുടരും. നമ്മൾ ഒരാഴ്ച മുഴുവൻ അതേമേ തുളസിക്ക് എന്നാ പറ്റി. 2 പെണ്ണുങ്ങൾ, അവള് ചാകാൻ സാധ്യതയാ മേരിക്കുട്ടി. ഓ അവള് ചാകുമെന്ന് എനിക്ക് തുളസിയുടെ കാര്യം അറിയാഞ്ഞിട്ട് പഞ്ചാരം കാപ്പിപ്പൊടി മേടിക്കാൻ 2 രൂപ കൊച്ചുങ്ങൾക്ക് പഞ്ചാരം കാപ്പി മേടിച്ച് കാപ്പി പോലും കൊടുത്തില്ല. അതള്ളെ പാത്ത് വെച്ചു. ചൊവ്വാഴ്ച നാളെ ഈ ദാമോദരന്റെ മാടക്കിടയ്ക്കൊന്ന് മംഗളം താടോ താൻ. മംഗളം കിട്ടി മറിച്ച് വന്നപ്പോൾ നോക്കി, തുളസിയുടെ ഭാഗം നോക്കിയപ്പോൾ ദാമോദരൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരാഴ്ച നീ കാപ്പിയും കുടിച്ചില്ല. അതല്ലേ എഴുത്തിന്റെ ശൈലി. ഷണ്ണൻ ഇതൊന്നും അല്ല വായിച്ച, തിരുവെടുത്താ വായിച്ച, തിരുവെടുത്ത് യെശയ്യാ പ്രവചനം. അപ്പൊ പീലിപ്പോസ് ചോദിച്ചു എന്തുവാ വായിക്കുന്നത്? തിരുവെടുത്താ. ആ കൊള്ളാം. ഏത് ഭാഗമാ? യെശയ്യാവ്. എന്തുവാ? അറുക്കാനുള്ള ആടെ പോലെ എണ്ണുന്നു. രോമം കത്തിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന എന്തുവാ? മനസ്സിലായോ? ഓ ഞാൻ വായിക്കുന്നേ ഉള്ളു, എനിക്കൊന്നും ചെല്ലങ്ങ് വായിച്ചു വിടുക, ഒന്നും പിടികിട്ടുന്നില്ല. ഇല്ലേ? നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. അങ്ങ് വായിക്കുക. ഞങ്ങളുടെ അങ്ങ് വായിച്ചു വിടുക. അറുപതുങ്ങളുണ്ടായ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ഇങ്ങനെ ചെല്ലാം അങ്ങ് വായിക്കുക. സൈനികരുടെ ഗോവയെതിരുമാസം എത്ര മനോഹരം. എൻ്റെ ഉള്ള നാളെടുത്ത് വായിച്ചു കുടലിന്റെ നടുവേ എന്നാ അവൻ വായിച്ചു, കടലിന്റെ നടുവേ. അങ്ങ് വായിക്കുന്നല്ലേ ഉള്ളു. കുടലേതാ കടലേതാന്ന് വേറൊരാള് നമ്മുടെ ഇടയിൽ വായിച്ചു. ഞാൻ എപ്പസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്തെന്ന് തീസിയോസ് പറഞ്ഞു. നീ ഇരിക്ക്, തബലയൊക്കെ കാണും. മൃദംഗം മാത്രമല്ല, മൃഗയുദ്ധം ചെയ്തെന്ന് ആ പുസ്തകത്തിൽ എഴുതി. അങ്ങ് വായിക്കുക. മൃദംഗ യുദ്ധം. തീസിയോസ് ഭാഷ പറഞ്ഞു തബലയും കാണും, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങ് വായിക്കുക. ഗ്രഹിക്കുന്നൊന്നുമില്ല. നമ്മുടെ ഉപദേശമാര് കൂടുതലും തെറ്റിക്കുന്ന മരണ വീട്ടിലും കല്യാണ വീട്ടിലുമാണ്. ചുമ്മാ ഇരിക്കുമ്പോഴെങ്കിലും വേറെ പുസ്തകം വായിക്കണ്ടേ? വായിക്കുകയല്ല. അന്നേരം മൊബൈലിൽ പണിതുകൊണ്ടിരിക്കും. കല്യാണത്തിന് 45 സങ്കീർത്തനം കൊടുക്കുമ്പോൾ നിന്ന് മുട്ടയിടുക. എന്നാ പറയണ്ടേ എന്നെ കൊണ്ടൊക്കത്തില്ല, വേറെ അത് പറയത്തുമില്ല. അത് അന്നേരം ആള് കളിച്ച് മരണ വീട്ടിലൊക്കെ 90 സങ്കീർത്തനം മുഴുവൻ തെറ്റിക്കുക. ചിലത് ഓണക്കേട്. അന്നാ വായിക്കാതിരിക്കണ്ടേ? ഞാൻ സെൻട്രൽ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്, മുഴുവൻ തെറ്റിക്കുകയായിരുന്നു. ആട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ചിലരങ്ങ് വായിക്കുക. ഇവിടെ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? പീലിപ്പോസ് ചോദിച്ചു വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? അന്ന് മറുപടി, അയ്യോ ഒരുത്തം പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ പൊരുൾ തിരിച്ചു. ലഭിച്ച കൃപയ്ക്കനുസരിച്ച് പൊരുൾ തിരിച്ച് 2 പേരും കൂടെ യാത്ര ചെയ്ത തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞു. സുവിശേഷം വായിച്ച് 8:35 വായിക്ക്.
8:35 അപ്പോസ്തല പ്രവൃത്തി അവിടെ ഇല്ലയോ? 8:35 വായിര്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. 35 വായിച്ചോ? 35 വായിര്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അവൻ ഇങ്ങനെ വഴി പോകുമ്പോൾ, അങ്ങനെ സുവിശേഷം ഇങ്ങനെ അറിയിച്ച് വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം. ഫിലിപ്പോസ് ഉപദേശിയോട് പറയും, ഉപദേശി വെള്ളം വെള്ളം വെള്ളം. ചാകാൻ വേണ്ടിയല്ല, ചാകാൻ നേരത്ത് പറയും വെള്ളം വെള്ളം വെള്ളം, അങ്ങനെ പറയും. രക്ഷപ്പെടാൻ വേണ്ടിയാ പറഞ്ഞത്. വേണ്ട വെള്ളം. അതിനെന്നെ എനിക്ക് സ്നാനപ്പെടണം. എന്നാ ഇറങ്ങിക്കോ, മുക്കാന്നല്ല പറഞ്ഞത്. നീ വിശ്വസിക്കുന്നു. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. നീ സ്നാനപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീ കേട്ടത് സുവിശേഷം അല്ല, വേറൊരു സുവിശേഷമാകട്ടെ. കമ്മലുമാല ഊരി സ്വോത്രകാഴ്ച പാത്രത്തിൽ ഇടുന്നതല്ല സുവിശേഷം. നേരാനിക്കുന്ന മേരിക്കുട്ടിയെ തള്ളി തെറയിടുന്നതല്ല സുവിശേഷം. പ്ലാസ്റ്റിക് കൊടുത്ത് ഏണിന് കഴിവിട്ട് ഛർദ്ദിക്കുന്നതല്ല സുവിശേഷം. വണ്ടി നമ്പർ വിളിച്ച് പറയുന്നതല്ല സുവിശേഷം. അഡ്രസ് പറയുന്നതല്ല സുവിശേഷം. ഇപ്പൊ അങ്ങനെ ചില ബിരുദന്മാരുണ്ട്. ഞാൻ നിങ്ങളുടെ നടുക്കത്തെ മുറിയിൽ കയറി. ആത്മാവെന്നെ, നീ എന്തിനാണ് അവരുടെ വരയ്ക്കകത്തുകൊണ്ട് കയറുന്നത്? നിന്റെ പേര് ഭവനവേദനത്തിന് കേസെടുക്കണം. മോന് മനസ്സിലാകുന്നോ ഞാൻ പറയുന്നേ? മനസ്സിലായിച്ചിരിക്കുകയാണോ അതോ എന്നെ കളിയാക്കിച്ചിരിക്കുകയാണോ? വല്ലവന്റെ വീട്ടിൽ കയറുന്നത് നല്ല സുവിശേഷം. ഞാനിപ്പോൾ അലമാരിക്കകത്തൂടി ഇങ്ങനെ പരതും. എന്തൊരു അക്രമമാണെന്ന് ഓർത്തോണം. വല്ലവന്റെ അലമാരിക്കകത്ത് മട്ടനെയൊക്കെ എന്നാ ചെയ്യാന്? ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ടെന്ന്. ഉണ്ട്. നിങ്ങൾ പല്ല് കടിച്ചിട്ടും അപ്പ് കടിച്ചിട്ടും ഇറുമിയിട്ടൊന്നും കാര്യമില്ല. ഇതാ സുവിശേഷം. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് വെള്ളം, എന്നാ ഇറങ്ങിക്കോ എന്നല്ല പറഞ്ഞത്. നീ വിശ്വസിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ. പൂർണ്ണ ഹൃദയത്തോടെ. എന്തുവാ എന്നെ പറ്റി? ആരാ? പുള്ളിയെ വേണോ? ഇദ്ദേഹത്തെ ആരെയാ വേണ്ടേ? ചെല്ലേ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അടുത്ത വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അങ്ങനെ സ്നാനം. പ്രായമുള്ളവരെ പിടിച്ച് മുക്കാൻ വേദപുസ്തകത്തിൽ പ്രമാണമില്ല. പിള്ളേരെ മുക്കാനും പ്രമാണമില്ല. അങ്ങനെയാണോ സ്നാനപ്പെട്ടെ? അത് കാല് തെറ്റി വെള്ളത്തിൽ പോയതാണ്. അങ്ങനെയാണോ സ്നാനം? ഒരാളെ മുക്കിയപ്പം എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, സൂക്കാടെല്ലാം തീർന്നല്ലോ എന്ന്. അതിനാണോ സ്നാനം? സൂക്കാട് തീർക്കുന്നതാണോ? തിരുമുരുമനം ജോർജ് കുട്ടി ഒരാളെ മുക്കിയപ്പോൾ അവൻ ഉണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. മുഖ്യ ഉള്ളി നോക്കി നിൽക്കുക, അവൻ ഉണ്ടായിട്ട് പോകുന്നത്. അന്ന് അക്കരെ കയറിയപ്പോൾ കൈ കാണിക്കണ്ടേ, അതുപോലും കാണിച്ചില്ല. അതിനാണോ സ്നാനം? അയ്യോ, സ്നാനം ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത് ആ സ്നാനം. ഇത് ദൈവത്തിന്റെ നീതിയാ. യേശു മാതൃക കാണിച്ചു തന്നു. എടുത്തോണ്ടല്ല യേശുവിനെ കൊണ്ടുവന്നത്. ഉറങ്ങരുത്, ഇപ്പൊ സ്നാനപ്പെടുത്താം, ബിസ്ക്കറ്റ് വേണം. എടാ പൊട്ട, യേശുവിനെ എടുത്തോണ്ടൊന്നും അല്ല സ്നാനം. യേശു നടന്നാ വന്നത്. പുസ്തകം വായിക്കുകയല്ലോ. സ്നാപക യോഗനാൽ
സ്നാനം പ്രതിഗ്രഹിപ്പാൻ സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്കു മാതൃകയാം തന്നെ തുടർന്നു പോകുക നമുക്കു മാതൃകയാം തന്നെ തുടർന്നു പോകുക തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടും. യോഹന്നാൻ പറയാ, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമാ. ആമേൻ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. ഇതാ സ്നാനം. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. മനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടിട്ട് ഇതുവരെയും സ്നാനം നടന്നിട്ടില്ലെങ്കിൽ നീ കേട്ട സുവിശേഷം, നീ വിശ്വസിച്ച സുവിശേഷം ശരിയായ സുവിശേഷം അല്ല. ഓടിച്ചു നിർത്താം. സുവിശേഷം ശരിക്കും കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. പിന്നെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. പുള്ളിക്ക് പോകാനൊക്കെ ഇച്ചിരി ആയുധമുള്ള ആളായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ. കൈ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ. ഞാനിപ്പോ ഇന്നാളൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കൈ കൊടുക്കുകയില്ല. എല്ലാവർക്കും ഒന്നും ചൊവ്വിന കൈ. എനിക്ക് ഇന്നാളൊരു തന്നെ 2 പേരിലാ തന്നെ 2 സങ്കടം തോന്നി. 2 പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ അടുത്തൊരു പുള്ളി 1 പേരിലാ കൊടുത്തത്. അപ്പൊ എനിക്ക് ആശ്വാസമായി. എനിക്ക് 2 എണ്ണെങ്കിലും തന്നല്ലോ. പുള്ളിക്ക് 1 കൊടുത്തു, വേറൊത്തിന് കൊടുത്തുമില്ല, ഇങ്ങനെ കാണിച്ചതേ ഉള്ളു. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോടാ, എനിക്ക് 2 തന്നല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്, ചിലർക്കുണ്ട്. ദൈവത്തിന് മഹത്വം. പത്രോസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ തുപ്പട്ടി ഇറക്കി ദർശനം കാണിച്ചു. എന്തിനേറെ ആ കെട്ട് പൊട്ടിച്ചേച്ച് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. കൊർന്നല്യോസും ആൾക്കാരും പറഞ്ഞ്, ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക, പാറ. അവിടെ ഇരിക്കുന്ന പത്രോസ് വാ തുറന്ന്, നമ്മൾ വാ തുറക്കുകയല്ലോ, കട്ടിക്കിടിച്ചാ വാ തുറക്കുക. പിന്നെ ഒടുവിൽ പറയാൻ ഹോളു, അതും ചൊവ്വനെ പറയത്തുള്ളൂ, ഹോളു. ഈ വിവരക്കേടുകാർ ഒത്തിരി ഉണ്ട്. സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോൾ ഹോളു, അയ്യോ ഇവനൊക്കെ ഇനി എന്നാ ബോധമുണ്ടാകും. സ്തോത്രം ചെയ്യുക, എന്നെ ബോധക്കേട. സ്തോത്രം എന്നതാ അല്ലേലി. അന്ന് 30 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഇതുവരെ അതിനെപ്പറ്റി ഒരു വെളിവ്. അതവിടെ നടന്നോട്ടെ മോനെ. അതെങ്കിലും വന്ന് അനങ്ങുന്നുണ്ടല്ലോ, ബാക്കിയെല്ലാം വെറുതെ ഇരിക്കുകയല്ലേ. ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ ശ്രദ്ധിക്കാം, ശരിക്കും സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം, തിരിച്ചു വരണം. മദ്യപാനം നിർത്തും, പുകവലി നിർത്തും, ലഹരി പദാർത്ഥം നിർത്തും, പാപകൃതികൾ എല്ലാം നിർത്തും, വിട പറയും. തിരിച്ചുവരവ്, മാനസാന്തരം സുവിശേഷം കേട്ടാൽ. സുവിശേഷം കേട്ട് 2 സ്നാനം. സുവിശേഷം കേട്ടാൽ നടക്കുന്ന 3ാമത്തെ കാര്യം, കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് കൊർന്നല്യോസ് പറഞ്ഞു, പറ ഞങ്ങളെല്ലാം കാത്തിരിക്കുക. പത്രോസ് വാ തുറന്നു. വാ തുറക്കണേ. 2 കാര്യത്തിനെ ചിലർ തുറക്കുള്ളൂ. 1 നുണയും കൊതിയും പറയാൻ, 2 കുഴപ്പമില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ 8ാം നില ഇങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കിടക്കും. ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കട്ടെ, എങ്കിലും കയറി പറയുക. ആർക്കും വരാതിരിക്കട്ടെ. നിനക്ക് അവസരം കിട്ടുമ്പോ മാ തുറക്കണം കേട്ടോ. ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം.
അടുത്തിരിക്കുന്നവൻ നമ്മുടെ വിഷയമല്ല. അവരെന്നാ പറയുന്നത് നമ്മുടെ വിഷയം അതല്ല. ഈയിടെ ഞാൻ എരുമേലിൽ കൂടെ പോയപ്പോൾ അവരുടെ ആചാരവും അനുഷ്ഠാനവും വിശ്വാസമാണ്. നമ്മളതിനെ കൈകടത്തുവൊന്നും വേണ്ട. പക്ഷെ അവര് ഒരു ഇടതടവില്ലാതെ ആരെയും നോക്കുന്നില്ല. നന്നായിട്ട് നൃത്തം ചെയ്യുകയും ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാരിരിക്കുക ഊമം തെറ്റി. നീ ഒടുവിൽ 3 ഹാളുവായിരിക്കുക. ഹാളു ഇന്ന് നിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ല. ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. വാറുറന്നു പത്രോസ്, വാറുറന്നു. വാ തുറക്കണേ. വാറുറന്നു വചനം പറഞ്ഞു. ആ വചനം കേട്ടപ്പോൾ 44-ാം വാക്യം വായിച്ചേ. 10:44. എന്തുവാ സംഭവിച്ചത്? 10:44 പെട്ടെന്ന് വായിച്ചു പോണം. ഈ വാക്കുകളെ പത്രോസ് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അനങ്ങാതിരുന്നാണോ? ഇല്ല. പിന്നെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. നമുക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് അനക്കമൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ സഭയിൽ അവിടെ ഒരു കാത്തിരിപ്പ്, ഞങ്ങളുടെ കുഞ്ഞാനച്ചാന കാത്തിരിപ്പിന് എല്ലാവരും ആത്മാവ് നിൽക്കുക. പുള്ളി ഇങ്ങനെ നിൽക്കുക. പുള്ളിയുടെ ഭാര്യ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ. അപ്പോൾ അവർക്ക് അങ്ങ് സങ്കടവും മരിച്ചോ എല്ലാം വന്ന്. ഈ മനുഷ്യൻ കൈയടിക്കുന്നില്ല, പാടുന്നുമില്ല, തോത്രവും പറ. പുള്ളി മുഴുവൻ ആൾക്കാരും നൃത്തം ചെയ്യുക. നല്ല അന്തരീക്ഷം. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കൊച്ചമ്മ ചോദിച്ചു, എൻ്റെ അച്ഛനായ എല്ലാവരും ആത്മാവിലാകുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയായിരുന്നു, നിങ്ങൾ മാത്രം ഇങ്ങനെ. പിന്നെ പുള്ളി രസിക്കനാ. പുള്ളി പറഞ്ഞ, രാജമ്മേ, ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ വന്നിട്ട് എനിക്ക് അനങ്ങാൻ മേലെന്ന്. പുള്ളിയുടെ ഡയലോഗാ. ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ എന്നിട്ട് എനിക്ക് അനങ്ങാൻ മേല. എന്നാൽ എന്തെങ്കിലും പറയാൻ ഓർത്തിട്ട് അത് ഒക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന്. എനിക്ക് വന്ന് നിങ്ങൾക്കും അങ്ങനെ കുഞ്ഞുവനച്ചാൻ്റെ അനുഭവമാണെന്ന് തോന്നുന്നു. ഈ അത്യന്ത ശക്തി വന്നിട്ട് നിങ്ങൾക്ക് അനങ്ങാനും മേലെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവൻ എല്ലാവരും പരിശുദ്ധാത്മ നിറവിൽ. ഒന്നുകൂടെ വായിച്ചേ വാക്യം. വായിക്കേ പെട്ടെന്ന് വായിക്കേ. അതെല്ലാം മറിച്ചോ? അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. കേൾക്കണം കേട്ടോ. ഒന്നുകൂടെ വായിച്ചേ 44 മുതൽ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. വചനം എന്ന് പറഞ്ഞാൽ സുവിശേഷമാ കേട്ടോ. സുവിശേഷമാ വചനം. ഏതെങ്കിലും വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയ ആ വചനം ദൈവമാ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു. ആ വചനം കേട്ടപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്ന് അനങ്ങാതിരുന്നാണോ? മിണ്ടാതിരുന്നാണോ? ഊമം തെറ്റിയെന്നാണോ? അല്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, അന്യഭാഷ നിന്നിട്ടില്ല, ഇപ്പൊ നിക്കത്തുമില്ല. നിന്നെന്നൊക്കെ ചിലര് പറയുന്നു. തർക്കിക്ക് ഒന്നും വേണ്ട. എന്റെ പൊന്ന് പാപ്പച്ച ഇപ്പൊ ഇത് നിന്നിട്ടില്ല. പാപ്പച്ചന് കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇത് ഒരു സഭക്കാരുടെ കുത്തകയല്ല. IPCയുടെ, ചട്ടോകോടിന്റെ, അസംബ്ലീസ് കോഡിന്റെ കുത്തകയല്ല. ഉപദേശിമാരുടെ കുത്തകയല്ല. ഓവർസിയർമാരുടെ കുത്തകയല്ല. സൂപ്രണ്ടിന്റെ കുത്തകയല്ല. കുമ്പനാട്ട കുത്തകയല്ല. ഇത് ദൈവത്തിന്റെ ദാനമാ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ അത്യന്ത ശക്തി ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഉണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശ്വസ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യ കൊണ്ട് അത് കുലുക്കി പോകത്തില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ രാത്രിയിലെ ആരാധനയിൽ വിടുതലുണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ ഉടമനാ ജലപടബലബദല ശൈതൽ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി. അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് കഴിയുമ്പോൾ ഒരറ്റം മുതൽ ഒരറ്റം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ അടിക്കുന്ന രാത്രിയാ. ഈ രാത്രി കെട്ടുകളെ പൊട്ടിക്കുന്ന
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരറ്റം മുതൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിക്കട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, രക്തത്തിനകത്ത്, അവൻ മജ്ജക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗത്തിന്റെ കെടുതികൾ, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കുന്ന രാത്രി സുവിശേഷത്തിന്റെ ശക്തിയാൽ, സുവിശേഷത്തിന്റെ വ്യാപാര ശക്തിയാൽ. ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. അടുത്തിരിക്കുന്നവനെ ശ്രദ്ധിക്കണ്ട, അടുത്തിരിക്കുന്നവനെ നോക്കണ്ട. ഇന്ന് രാത്രി ഈ ആരാധനകൾ രോഗക്കെട്ടുകളെ ദൈവം അടിക്കുന്ന രാത്രി, നിന്റെ സകല ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കുന്ന രാത്രി, സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ഓ ആവിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശത്തെ ബന്ധിക്കുന്ന ദേശാധിപതികളുടെ പോരുകൾ വടക്കിനോട് തരികാന്തും തെക്കിനോട് തടുത്തു വെക്കരുത്. അരുളി ചെയ്ത ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.